അയ്യോ ഇതെന്താണിത്? അയ്യോ നമ്മളെ ട്രക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി സ്ഥലം, പക്ഷെ ശ്വാസം കിട്ടണം. ഞാൻ ആദ്യം എൻ്റെ വീഡിയോ പിടിക്കട്ടെ. നീ എടുത്ത് കൊടുത്ത ഫോട്ടോ കൊള്ളൂല. ഇനി അതൊന്നും മൈൻഡ് ചെയ്യില്ല. നമ്മള് വേറെ പലതും പഠിച്ചു അല്ലേ? എങ്ങനെയുണ്ട് എന്നെ കാണാൻ? എല്ലാ വർഷവും വെക്കേഷൻ ആകുമ്പോൾ ടൂർ പോകുന്നത് പതിവാണ്. പക്ഷേ ഇത് വെറും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നടത്തുന്ന ഒരു ടൂറല്ല കേട്ടോ. അതിനപ്പുറം എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും എൻ്റെ മനസ്സിൽ വീണ മുറിവുകളെ ഉണക്കുവാനും വേണ്ടി ഞാൻ നടത്തുന്നൊരു യാത്രയാണ്. 4 days, ഒരേ സ്ഥലം, ഒരേ മുഖങ്ങൾ. പക്ഷേ ഒരുപാട് അറിവുകളും തിരുത്തലുകളും സംഭവിക്കുമെന്ന് ഞാൻ മനസ്സറിഞ്ഞ് വിശ്വസിക്കുന്ന ഒരു യാത്ര. ഇക്കാക്ക എൻ്റെ നിർബന്ധപ്രകാരമാണ് വരുന്നതെങ്കിലും ഈ 4 ദിവസം ഇക്കാക്കയുടെ ജീവിതത്തിലെ നാഴികക്കല്ലുകളാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ യാത്രയിൽ നിങ്ങളെ കൂടെ ഞാൻ ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് പോകാം. ഞങ്ങൾ കാന്തല്ലൂർക്കാണ് കേട്ടോ പോണത്. 20ഓളം ആളുകൾ ഞങ്ങൾക്കൊപ്പം ഉണ്ട്. നേരത്തെ ഒരു പരിചയമില്ലാത്ത മുഖങ്ങൾ, പലരും പലയിടങ്ങളിൽ നിന്നും വന്നവരാണ്. പക്ഷെ എല്ലാവരും ഒരേ ബസ്സിൽ ഒരേ സ്ഥലത്തേക്കാണ് കേട്ടോ പോണത്. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കാന്തല്ലൂർ എത്തിയിട്ടോ. ക്യൂർ മൊണാസ്ട്രി. ഞങ്ങൾ 4 ദിവസം ഇവിടെ തന്നെയാണ് കേട്ടോ താമസിക്കണത്. എന്തായാലും ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റും അതേപോലെ തന്നെ ആ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടുത്തെ ഓരോ കെട്ടിടങ്ങളും റൂമുകളും ഒക്കെ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ തരുന്ന ഒന്നാണ്. കാരണം റൂമുകളൊക്കെ നല്ല ട്രഡീഷണൽ രീതിക്കാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ കെട്ടിടത്തിനുള്ളിലൂടെ നടക്കുമ്പോൾ അവിടെ പ്ലേ ചെയ്തിരിക്കുന്ന മ്യൂസിക്കും അതേപോലെ അവിടെയുള്ള ഒരു സ്മെല്ലും ഒക്കെ ഭയങ്കര മനസ്സിനെ ഒരു തണുപ്പിക്കുന്ന ഒന്നായിരുന്നു കേട്ടോ. നമ്മള് കാന്തല്ലൂരെത്തിരിക്കുകയാണല്ലേ. കാന്തല്ലൂരെത്തി. മറ്റേ പണ്ടത്തെ രാജാക്കന്മാരുടെ കട്ടില് പോലത്തെ പെണ്ണും കട്ടിലേക്കാണല്ലേ കേക്ക. ഇഷ്ടപ്പെട്ട കുഞ്ഞുമാക്ക്? ഇഷ്ടപ്പെട്ട പാപ്പുക്കുട്ടിന് ഇഷ്ടപ്പെട്ട? നമ്മുടെ നാട്ടിലെ കുറേ സ്പൈസസും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് അടിയിൽ തന്നെ അതിൻ്റെ പേരുകളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ പിള്ളേര് കാണിച്ചു തന്നപ്പോഴേ ഇത് കണ്ടത്. നല്ല രസമായിട്ട് എനിക്ക് തോന്നി. ഇതാണ് ക്യൂർ മൊണാസ്ട്രിയുടെ ഊട്ടുപുര. എന്തായാലും നല്ല ഫുഡായിരുന്നു കേട്ടോ.
What is that? Why is that hand having that thing? Like a rock stuff. ഹാപ്പി കുഞ്ഞ, ഹലോ. എവിടം വരെയും പോയി? അതിലങ്ങ് പോകാൻ പറ്റുമോ? റൂമിലേക്ക് പോകാൻ പറ്റും. ഫസ്റ്റ് ഡേ തന്നെ രാത്രി ആയപ്പോഴേക്കും എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആയിട്ടോ. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഞാൻ ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കാണെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ റൂമിൽ നിന്ന് നേരെ ഇതുവഴി അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് വഴി കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഈ വഴി അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയൊരു കുളം എവിടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേയില്ല കേട്ടോ. എന്തായാലും വെറുതെ ഒന്ന് നടന്നു വരാമെന്ന് വിചാരിച്ച് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കുളത്തിലേക്കും അതുവഴി കുറച്ച് ഹട്ടുകളും ഒക്കെ കാണാൻ പറ്റി. കുളത്തിൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷെ വലിയ കുളം തന്നെയാണോ ഇത്? കുളം പോലെ പടവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു തോണി കിടപ്പുണ്ട്. ഒരു തോണിയുണ്ട്. നല്ല വയലറ്റ് പൂക്കൾ, കുറച്ച് പിങ്ക് കളർ പോലെ വലിയ മരത്തിൽ വയലറ്റ് കളറും നല്ല പർപ്പിൾ കളർ. സൂര്യൻ്റെ പ്രകാശം കാരണം ഫ്ലവറിൻ്റെ കളർ അത്ര അറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ അറിയാൻ പറ്റും. പിന്നെ പർപ്പിൾ കളർ ഫ്ലവേഴ്സ് നിറയെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ആൾക്കാർക്ക് ഇരിക്കാൻ പാകത്തിന് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ പാറ ഉണ്ടൊരു ഹട്ട്. എല്ലാം ഒരേ മോഡലല്ല, പല പല മോഡൽ ഹട്ടുകളാണ് ഇവിടെ ഉള്ളത്. ഗുഡ് മോർണിംഗ്. Good morning. എന്താണ്? നമുക്ക് വീട്ടിൽ ഇതുപോലെ ഒരു കുളം സെറ്റ് ചെയ്താലോ? എന്നതായിരിക്കണേ? ഉച്ചയായപ്പം ഞാൻ അമ്പലക്കുളത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. എനിക്കങ്ങ് കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ലായിരുന്നു. എത്ര കണ്ണിന് ഒരു എന്താ പറയുക സന്തോഷം തരുന്ന കാഴ്ചയാണല്ലേ ഇത്. ഇതെന്നാ കുഞ്ഞാ? മൺവീട് എന്താ വിളിക്കുക? ഗ്രഹം.
നിന്റെ വീടാണോ? മൺവീട്ടിലാണ് കിടപ്പ്. ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ഞങ്ങളൊരു ചെറിയ ട്രക്കിങ്ങിനൊക്കെ പോവുകയാണേ. അത്ര വലിയ ട്രക്കിംഗ് ഒന്നുമല്ല, ചെറിയൊരു ട്രക്കിങ്. അതിനുശേഷം ഒരു മെഡിറ്റേഷനും. എന്തായാലും അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വെളുപ്പിനെ എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ. കൈയൊക്കെ കാണിക്ക്, നമ്മൾ നടക്കണത്. കോഴൊക്കെ എന്താന്ന് അറിയില്ല. പോകുന്ന വഴിയിലെ കാഴ്ചകളെല്ലാം ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അങ്ങനെ ഞങ്ങളൊരു വലിയ പാറയുടെ മുകളിലെത്തിയേ. എന്തായാലും അവിടെ ഇരുന്ന് നല്ല ശുദ്ധവായുവൊക്കെ അങ്ങോട്ട് ശ്വസിച്ച് കുറച്ച് നേരം മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഫ്രഷായി ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. മനസ്സിലായി രീതിയിരിക്കുന്ന പാടാന്ന് മനസ്സിലാക്കിയാ മതി. എടുത്തോണ്ടിരിക്കല്ലേ. സ്പീഡൊന്നും വേണ്ട. പൊട്ടിച്ചോ സാധാരണ പേടിയുള്ള ആളുകളാണ് ഈ വട്ടം ആദ്യം നല്ല സെറ്റപ്പായിട്ട് നടന്നത്.
അല്ലെങ്കിൽ അവിടെ ഇരുന്നോ ഇങ്ങോട്ട് വാ ഇരുന്നോ 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 കിടന്നോ കണ്ടോ അയ്യോ ഇതെന്താണിത്? ഒരുപാട് ആക്ടിവിറ്റീസും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് വളരെ സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ ഇത്. ഒരുപാട് രാത്രി വരെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്താ പറയുക, അതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് ഞങ്ങളുടെ കഴിവല്ല കേട്ടോ, ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്ന സാറിൻ്റെ കഴിവാണ്. അതേപോലെ ഭയങ്കര സന്തോഷമുള്ള ആക്ടിവിറ്റീസ്, നമ്മുടെ മൈൻഡ് ഫ്രഷ് ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. കുറേ പൂച്ചക്കുഞ്ഞുങ്ങൾ അതിലൂടെ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അവർ ഭയങ്കര കളിയിലാണ്. ഞാനപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് അവരുടെ കളിയൊക്കെ കണ്ട് അങ്ങനെ കുറച്ചു നേരം ഇരുന്നു. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഈ കാന്തല്ലൂര്. പക്ഷേ എന്താ പറയുക, തിരിച്ചു പോകുന്ന ഒരു വിഷമവും ഉണ്ട് എനിക്ക്. എന്തൊക്കെയോ ഇനിയും ഇവിടെ നിന്ന് കുറേ കിട്ടാനുണ്ട് എന്നുള്ളൊരു തോന്നലായിരുന്നേ ലാസ്റ്റ് ഡേ ആയപ്പോൾ. ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കൽ പോലും ചെയ്യുന്ന കരുതാത്തൊരു കാര്യമാണ് കേട്ടോ ഞാൻ ഇവിടെ വെച്ച് ചെയ്തത്, ഐസ് ബാത്തിങ്. എനിക്ക് കുറച്ച് അലർജിയൊക്കെ ഉണ്ട്, തണുപ്പാണ് അലർജി. അപ്പോൾ ഇത്രയും ഐസ് കട്ടകൾ പൊട്ടിച്ചിട്ട് ആ തണുപ്പുള്ള സ്വിമ്മിംഗ് പൂളിൽ ഞാൻ ഇറങ്ങിയിരിക്കുന്നു ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ ഞാൻ എന്തോ എനിക്കൊരു ശക്തി തോന്നി, ഞാനതങ്ങ് ചെയ്തു. പലരും തണുപ്പ് സഹിക്കാൻ വയ്യാതെ ഇടയ്ക്കൊക്കെ ഇറങ്ങിപ്പോയിട്ടോ. പക്ഷേ എനിക്കൊരു എന്താ പറയുക വാശി ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് പിടിച്ചു നിൽക്കണമെന്ന്. അതുകൊണ്ട് തന്നെ അവിടെ ഇരുത്തിയ സമയം മുഴുവനും ഞാൻ സ്വിമ്മിംഗ് പൂളിൽ തന്നെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്ന കുറേ ആളുകളുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ടെന്നുള്ളൊരു അഭിമാനം എനിക്കുമായി. രണ്ട് പ്രാവശ്യം ഇക്കാക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും തണുപ്പിൻ്റെ ആ ശക്തി കാരണം ഇക്കാക്ക് പറ്റാണ്ട് ഇറങ്ങി പോന്നു കേട്ടോ. Super Sudah Sundari.
എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നല്ലേ? എനിക്കന്ന് ഇറങ്ങിയപ്പോ അത്ര വിഷമമില്ല കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്ക് പല്ലിടിച്ചിട്ട് എനിക്ക് പല്ല് പൊട്ടി പോകുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇച്ചിരി മൂത്തോന്ന് സംശയമില്ല. ഫിസിക്കലിന്റെ ഇമോ വന്നപ്പോ ഇമോടെ പുറകെ ഫിസിക്കൽ പോയി. ഫിസിക്കലിന്റെ ഇമോ വന്നപ്പോ ഇമോടെ പുറകെ ഫിസിക്കൽ പോയി. ദേ പോയി നിൽക്കണം. അന്ന് സന്ധ്യയ്ക്ക് അവസാനത്തെ ഒരു കൂടലും കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയായപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഒരുപാട് നല്ല ഓർമ്മകളും ഒരുപാട് അറിവുകളും ഒക്കെ നേടിയിട്ട് വളരെ മൈൻഡ് റിലാക്സായി ഒരു പുതിയ ആളായിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ ഒരു ട്രിപ്പ് പോകണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.